യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇന്നത്തെ ധ്യാനത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയത് ഇതൊരു പ്രോമിസാണ്. ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രോമിസ് വചനം കേട്ടോണം. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. 27-ാം വാക്യം, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ. 2 കാര്യങ്ങൾ ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. തന്റെ നീട്ടിയ ഭുജം കൊണ്ടും മഹാശക്തി കൊണ്ടും ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. 2ാമത്തത്, സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? 2 വിഷയങ്ങളാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പോകുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഭൗതികമായ മേഖല, ആകാശത്തെയും ഭൂമിയെയും തൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ദൈവം, മഹാശക്തി കൊണ്ട് കൽപ്പിച്ചാക്കിയ ദൈവം നിങ്ങളുടെ ഭൗതിക മേഖലകളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ കൈ നീട്ടി ദൈവം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തിന് നിങ്ങളുടെ ഓരോ വിഷയത്തിലും ഇടപെടുവാൻ അവൻ്റെ ശക്തിയുള്ള കരമുണ്ട്, നീട്ടിയ ഭുജമുണ്ട്. ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്, എവിടെയാണ് ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ ഭൗതിക മേഖലയിൽ പ്രതീക്ഷിക്കുന്നത്, അവിടേക്ക് ദൈവത്തിന്റെ നീട്ടിയ ഭുജം, ശക്തിയുള്ള കരം അവിടെ വരെ വരും. ആമേൻ. മഹാശക്തി, അവന്റെ മഹാശക്തി കൊണ്ട് നിർമ്മിച്ചവൻ നിങ്ങൾക്ക് വേണ്ടി. ദൈവത്തിന് നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്നാണ് വചനം എഴുതിയിരിക്കുന്നത്. 17-ാമത്തെ വാക്യത്തിൽ 27-ാം വാക്യത്തിലോ 32-ാം അധ്യായം 27-ാം വാക്യത്തിൽ, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ, സകല മനുഷ്യന്റെ മേലും അധികാരമുള്ള ദൈവം. മനുഷ്യന്റെ മേൽ അധികാരമുള്ള പറഞ്ഞാൽ നിങ്ങളുടെ ഭൗതിക വിഷയം മാത്രമല്ല, മാനുഷികമായിട്ടുള്ള മുഴുവൻ വിഷയം. നിങ്ങൾക്ക് വേണ്ടി ഇടപെടുവാൻ ഏതൊക്കെ വ്യക്തികളെ ദൈവം ഇടപെടുത്തണം, ആരൊക്കെയാണ് നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടേണ്ടത്. ദൈവം സകല ജഡത്തിന്റെ ദൈവമാണ്, അവന് അസാധ്യമായ ഒന്നുമില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കെതിരെ വാദിക്കുന്ന ശത്രുവിനോട് ദൈവം ഇടപെടും. നിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കേണ്ടവരോട് ദൈവത്തിന്റെ ദൂതന്മാർ ഇടപെടും, ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാനുള്ള വാതിലുകൾ തുറക്കപ്പെടേണ്ട മേഖലകളിൽ ഇടനിലക്കാരായിട്ടോ പ്രവർത്തിക്കേണ്ടി വരുന്നവരായ മനുഷ്യരുടെ മേൽ ദൈവം ഇടപെടും. അവൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയാണ്. നിങ്ങളെ സഹായിക്കുവാനും നിങ്ങൾക്ക് വേണ്ടി കൈത്താങ്ങൽ തരുവാനും നിങ്ങൾക്ക് ആലോചന പറയുവാനും നിങ്ങളുടെ കൂടെ നിൽക്കുവാനും വേണ്ടവരെ ദൈവം ഒരുക്കും. അവൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയാണ്. ചിലരൊക്കെ കൈവിട്ടിട്ട് പോയാലും, കൈ ഒഴിഞ്ഞാലും, ആരും അറിഞ്ഞില്ല, ചിലർ അറിഞ്ഞില്ലെന്ന് അടിച്ചു പോയാലും, ദൈവം സകല ജഡത്തിന്റെ ദൈവമാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആളുകളെ കരുതും. ഹല്ലേലൂയ. അതെ, അവൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാനുഷികമായിട്ടുള്ള വിഷയത്തിൽ ഇടപെടുവാൻ ദൈവം ശക്തനാണ്. അവൻ കൈവിടില്ല, അവൻ ഉപേക്ഷിക്കില്ല. തക്ക സമയമാകുമ്പോൾ അവന്റെ പ്രവൃത്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തും. അതിനുള്ള അടുത്ത ഭാഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ വിഷയത്തിൽ. സകല ജഡത്തിന്റെയും ദൈവം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ യേശു ക്രിസ്തുവിന് അധികാരമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന് മേലും അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. യേശു ക്രിസ്തുവിന് സകല ജഡത്തിന്റെ മേലും അധികാരമുണ്ട്, സകല മനുഷ്യന്റെ മേലും അധികാരമുണ്ട്. അവർക്ക് നിത്യജീവൻ കൊടുക്കുവാനുള്ള ശക്തി യേശുവിനുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾ ഉപദേശിച്ചിട്ടും നിങ്ങൾ കാത്തിരുന്നിട്ടും മറുപടി കിട്ടാത്ത വ്യക്തികളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ അയൽക്കാരൊക്കെ ആകട്ടെ, ആ വിഷയത്തിൽ ഇടപെടുവാൻ നിങ്ങൾ ശ്രമിച്ചിട്ടും ആർക്കും വഴങ്ങാത്ത മനുഷ്യരൊക്കെ ആണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചു. യേശുവിന് അവരുടെ മേൽ അധികാരമുണ്ട്. സകല ജഡത്തിന്റെ മേലും യേശുവിന് അധികാരം. ഹല്ലേലൂയ. ഒരാമേൻ പറഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ മാറാത്തതിനെ ദൈവം മാറ്റും, നന്മയാക്കി ദൈവം മാറ്റും, പ്രതിസന്ധികളെ ദൈവം മാറ്റും. ഹല്ലേലൂയ. സകല ജഡത്തിന്റെ മേലും അവൻ അധികാരം. റോമാലേഖനം 4-ാം അധ്യായം 21-ാം വാക്യത്തിൽ അബ്രഹാം വിശ്വസിക്കുകയാണ്, ദൈവം വാഗ്ദാനം ചെയ്തു, അവൻ നിവർത്തിപ്പാൻ ശക്തൻ. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ നിവർത്തിക്കുവാൻ ശക്തനാണ്. അവൻ ശക്തിയുള്ള ദൈവമാണ്, സർവശക്തിയുള്ള ദൈവം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ എൽശദ്ദായാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തു തരാനാണ് പറഞ്ഞത്. സർവ ശക്തിയുള്ള ദൈവം. തലമുറയില്ലാതെ ഭാരപ്പെടുകയാണ്. ഇനി തലമുറ
ലഭിച്ചിട്ടും അവരുടെ നന്മ അനുഭവിക്കാൻ കഴിയാതെ ഭാരപ്പെടുകയാണോ? സർവശക്തനായ ദൈവം നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിൽ ഇടപെടുവാൻ പോവുകയാണ്. രാമൻ പറഞ്ഞേ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ, ആമേൻ. അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഈ കർത്താവിന് കഴിയും. അടഞ്ഞുപോയ വാഗ്ദത്തങ്ങളും വഴികളും തുറന്നു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങൾ മുട്ടിപ്പായി കർത്താവിന്റെ കാൽക്കലാണ് ഇത് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ഹന്നയുടെ പ്രാർത്ഥന കേട്ട് മറുപടി കൊടുത്ത ദൈവം കാലങ്ങൾക്കപ്പുറം ഇസ്രായേലിൽ വേണ്ട ഒരു പ്രവാചകനെ ദൈവം പരുവപ്പെടുത്തി രൂപപ്പെടുത്തി പ്രാർത്ഥനയുടെ പുത്രനായി ജനിപ്പിച്ചതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു സന്തതിയെ ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയെ ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. ഹല്ലേലൂയ. അത് സർവ്വ ലോകത്തിനും അനേക ജനത്തിനും പ്രയോജനമാക്കി ദൈവം തീർക്കും. ഹല്ലേലൂയ. അതെ, വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ ദൈവം ശക്തനാണ്. അവന് അധികാരമുണ്ട്. മനുഷ്യന്റെ മേൽ അധികാരം, സകല ജനത്തിന്റെ മേലും അധികാരം, പ്രകൃതിയുടെ മേൽ അധികാരം, പൈശാചിക ശക്തികളുടെ മേൽ അവന് അധികാരമുണ്ട്. യേശുവിനെ കണ്ടപ്പോൾ പൈശാചിക ശക്തികൾ അലറി വിളിച്ചുകൊണ്ട് ഓടിപ്പോവുകയാണ്. ഞങ്ങളെ ദണ്ണിപ്പിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന് പിശാചിന്റെ മേൽ, ഈ പിശാചായ യേശുവിന്റെ അടുത്ത് വന്നിട്ട് നീ എന്നെ നമസ്കരിച്ചാൽ മതി, എല്ലാം നിനക്ക് തരാമെന്ന് പറഞ്ഞു. യേശുവിന് തന്റെ അധികാരത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അതിന് തയ്യാറായില്ല. പിന്നീട് കാണുന്ന ഈ പിശാച് യേശുവിന്റെ മുമ്പിൽ വീഴുകയാണ്, നമസ്കരിക്കുകയാണ്, ഉരുളുകയാണ്. ഞങ്ങളെ വെറുതെ വരണമേ, ഉപദ്രവിക്കരുത്, ദണ്ഡിപ്പിക്കരുതെന്ന് പറഞ്ഞൊക്കെ അലറി വിളിക്കുകയാണ്. അതെ, യേശുവിന് സാത്താന്യ ശക്തികളുടെ മേൽ അധികാരം. നിങ്ങളുടെ ഭവനത്തിൽ കാലങ്ങളായി ശാപങ്ങൾ വാഴുന്നുണ്ടെങ്കിൽ, പൈശാചിക അധികാരങ്ങൾ വാഴ്ച നടത്തുന്നുണ്ടെങ്കിൽ, അനർത്ഥങ്ങളും അപകടങ്ങളും വിട്ടുമാറാതെ വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിന്റെ മേൽ യേശുവിനുള്ള അധികാരത്താൽ നിങ്ങൾക്ക് ആ ശക്തികളെ പുറത്താക്കാം. അതൊരു പൈശാചിക ശാപമാണ്, പോരാട്ടമാണ്. അതിനെ പുറത്താക്കാൻ യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്ക്, കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ജയിക്കുകയാണ്. എൻ്റെ ഭവനത്തിന്റെ മേൽ, എൻ്റെ തലമുറയുടെ മേൽ, എൻ്റെ നന്മയുടെ മേൽ ഒരു പൈശാചിക ശാപത്തിന് അവകാശമില്ല. ഞാൻ യേശുവിനായി സമർപ്പിക്കുന്നു. എൻ്റെ വീട്, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ തലമുറ, എൻ്റെ കുടുംബം ഞാൻ യേശുവിനായി സമർപ്പിക്കുന്നു. ഒന്ന് വിട്ടുകൊടുക്കണം. ദൈവത്തിൻ്റെ അല്ലാത്ത എല്ലാം എടുത്ത് കളയണം. ദൈവത്തിനായി, യേശുവിനായി പൂർണ്ണമായി വിട്ടുകൊടുത്തു. അവന് സകലത്തിന് മേലും അധികാരമുണ്ട്. അവൻ ചെയ്യും നന്നായി, എല്ലാ സമയത്തും നന്നായി ചെയ്യും. പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് ഇടപെടട്ടെ. പ്രിയ കർത്താവെ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും. അവിടത്തേക്ക് സകല ജഡത്തിന് മേലും അധികാരമുണ്ട്, സകല സൃഷ്ടികളുടെ മേലും അധികാരമുണ്ട്, സകല പൈശാചിക ശക്തിയുടെ മേൽ അധികാരമുണ്ട്, മരണത്തിന് മേൽ അധികാരമുണ്ട്, രോഗങ്ങളുടെ മേൽ അധികാരമുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല. സകലതും സാധ്യമാക്കുന്ന യേശുപ്പച്ചന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഈ മക്കളെ സമർപ്പിക്കുന്നു. നിന്റെ മഹത്വം വെളിപ്പെടട്ടെ, നിന്റെ ശക്തി വെളിപ്പെടട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.